ഹലോ, ഇന്ന് നമ്മൾ ഷോർലാൻഡ് പാർക്കിലാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കിടക്കുമ്പോൾ നമ്മൾ കാണണത് ഒരു ഗോപുരം പോലെ. അതൊരു സ്റ്റേജാണ് ശരിക്കും. ഇവിടെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ അവിടെയാണ് ഞാൻ മുന്നേ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആളുകൾ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ച് ജസ്റ്റ് മ്യൂസിക് പ്രോഗ്രാംസൊക്കെ ചെയ്യണത്. പിന്നെ അവിടെ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഈ പാർക്കിൻ്റെ ഉള്ളിലെ ഒരു കൊച്ചു പാർക്ക്. അതെന്താണെന്ന് വെച്ചാൽ അത് മൊത്തം രണ്ട് ഭാഗത്തും ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമ്മൾ എപ്പോഴും ക്ലോസ് ചെയ്യണം. കാരണം ഇത് ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പാരൻസിന് അവിടെ ഒരുത്തിൽ ഇരിക്കാം, കുട്ടികൾ കളിച്ചോളും, പുറത്ത് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. പിന്നെ ആ മുകളിലുള്ള വീടുകളൊക്കെ നോക്കിക്കേ. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഊഞ്ഞാലാണ്. ഇത് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള, ഇപ്പോൾ വീൽ ചെയറിലൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ആ പാത്തിൽ കൂടെ കയറി അവിടെ നിന്ന് ഊഞ്ഞാലാടാം. ഇതിന് കീ വേണമെങ്കിൽ നമുക്ക് ആ സ്ഥിരം വരണ ആളുകളാണെങ്കിൽ കീ അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി കൊടുക്കും അവർ. അല്ലെങ്കിൽ അതിനടുത്തുള്ള ഷോപ്പുകളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് കീ പോയി വാങ്ങി അവർക്ക് ആടാം. പിന്നെ ഇത് ഇവിടെ എല്ലാ പാർക്കിലും അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ പോലെയാണ്. നല്ല രസമാണ് കേട്ടോ, ഞാനും കയറാറുണ്ട്. ശരിക്കും അവിടെ ഒരു ഹമ്പ് പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചാടി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും കേട്ടോ. ഞങ്ങൾ ശരിക്കും ഒരു വീക്കെൻഡിലല്ല പോയത്, അതുകൊണ്ട് തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ സമയം ഒരു 7 മണിയെങ്കിലും ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷേ ശരിക്കും ഇവിടെ സമ്മർ ആകുമ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ വരെ വെളിച്ചം കാണും കേട്ടോ. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ജാക്കറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്ന് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ നല്ല സ്പീഡിൽ നല്ല രസമായിട്ട് വരാം. പിന്നെ ആരും തന്നെ ഇല്ലാത്ത കാരണം ക്യൂ ഒന്നുമില്ല. പൊന്നും കുഞ്ഞും ഇങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ അപ്പുറ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ സംസാരിക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു എക്കോ പോലെ നമ്മൾ ചെവിയിൽ ഇങ്ങനെ ഓളിയിടില്ലേ, അപ്പോൾ നമുക്ക് കേൾക്കണ ഒരു ആ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇതൊരു അതിലിങ്ങനെ ഓരോ ഇത് വെച്ചിട്ടുണ്ടല്ലോ, പല കളറുള്ള അതിനെ പറയണേ, അതിലെല്ലാത്തിലും ഇങ്ങനെ തട്ടുമ്പോൾ പല പല മ്യൂസിക്കാണ്. ഇത് ശരിക്കും ചെയ്യാറിയണവർക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുന്നു. നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഈ കുട്ടികൾക്ക് ഓരോ തരത്തിലുള്ള മ്യൂസിക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ. പിന്നെ ഇതിലിരുന്നാൽ ശരിക്കും തല കറങ്ങും കേട്ടോ. ഞാൻ കുറച്ച് നേരം കുഞ്ഞിനെ ഇരുത്തിയുള്ളൂ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം സീസോ. പിന്നെ നിങ്ങൾ കണ്ടോ ആ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര പ്രാവുകളാന്ന് നോക്കിക്കേ. ശരിക്കും 1 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ ആ 2 പേര് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, ആ പാർക്ക് നിറച്ചും ഇതുപോലെ പ്രാവുകളായി. അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണതിനനുസരിച്ച് ഇവരിങ്ങനെ പറന്ന് നമുക്ക് ചുറ്റും ഇങ്ങനെ പറക്കും കേട്ടോ. പൊന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ക്യാച്ച് ചെയ്യും. അത് രണ്ടും കൂടി പറയാൻ പാടില്ല എന്നല്ലേ. പിന്നെ കണ്ടോ അവിടെ ഡോഗിനെ കൊണ്ട് നടക്കിറങ്ങിയേക്കണ ഒരാളെ കണ്ടോ. ശരിക്കും പൊന്നും കുഞ്ഞും എന്തെങ്കിലും തിന്നാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയും ഇങ്ങനെ ഈ പ്രാവ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പാർക്കിൻ്റെ അങ്ങേ വശം കടലാണ് കേട്ടോ. അങ്ങേ വശത്തെ വ്യൂ ആണിത്. ആ മല നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ കാണാൻ. അധികം പേരൊന്നും ഉണ്ടായില്ല കേട്ടോ, തിരക്കൊന്നും ഉണ്ടായില്ല ബീച്ചിലൊന്നും. 1 2 പേര് അവരിങ്ങനെ ഡോഗിനെ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ജോഗിങ്ങിന് വരണവർ അത്രേ ഉണ്ടായുള്ളൂ.
പിന്നെ ഈ മണലിൽ കളി ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. കുഞ്ഞനാണ് ഇങ്ങനെ മണലിൽ കളിച്ച് ഓരോ കല്ലൊക്കെ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടുവരണത്. ഇത് അവിടെ ജോഗിങ്ങിന് വന്നവർ അല്ല ഇങ്ങനെ നടക്കാൻ വന്ന ഒരു ഒരു പുള്ളിക്കാരിയുടെ ഡോഗാണ് കേട്ടോ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു പൊന്മാനൊക്കെ ഇല്ലേ, ഈ മീൻ പിടിക്കണ അതിൻ്റെ ഇതിൽ പെട്ട 2 പക്ഷികളാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7:30 ആയിട്ടുണ്ടാവും, 7:30 കഴിഞ്ഞിട്ടുണ്ടാവും സമയം. നോക്കിക്കേ എന്തൊരു വെളിച്ചാ നോക്കിക്കേ. പിന്നെ നമ്മളിങ്ങനെ ഈ കടൽ തീരത്ത് കൂടെ നടക്കുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കോർണർ പോലെ ഉണ്ടാക്കിയിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അടിക്കണത് കാണാം, ഈ മണലിരിക്കണ്ടാത്തവർക്ക്, മീൻസ് നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പോൾ വയ്യാത്തവർക്കൊക്കെ. ഈ വീട് നോക്കിക്കുക, അതിൻ്റെ സിറ്റ് ഔട്ട് ബോട്ടാണ് കേട്ടോ. പിന്നെ അടിയിലിങ്ങനെ പിക്ചർ കണ്ടോ, അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അറ്റം വരെ പോയി, പിന്നെ ഇങ്ങനെ തിരിച്ചു വരാണ് കേട്ടോ. അച്ചാച്ചനും മക്കളും ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ടാണ് നടക്കുന്നത്. ഇത് 2 കണ്ടോ, അതിൻ്റെ അറ്റം വരെ നമുക്ക് ചെന്ന് നിൽക്കാം കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ അറ്റത്ത് ശരിക്കും നമുക്ക് ആ തിരങ്ങനെ അടിക്കണം, നമ്മുടെ മേല് വെള്ളമൊക്കെ തെറിക്കും കേട്ടോ അതിൻ്റെ അറ്റം ചെന്ന്. പിന്നെ അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ തീരത്ത് കൂടെ ഇങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് കാറിൽ കയറി വീട്ടിൽ വന്നു. അപ്പോൾ ബായ്.